കഥകളി പ്രകടനങ്ങൾ സാധാരണയായി രാമായണം, മഹാഭാരതം തുടങ്ങിയ ഇന്ത്യൻ ഇതിഹാസങ്ങളിൽ നിന്നുള്ള കഥകളും മറ്റു പുരാതന ഗ്രന്ഥങ്ങളും നാടോടിക്കഥകളും ചിത്രീകരിക്കുന്നു. കഥകളിയിലെ കഥാപാത്രങ്ങൾ പലപ്പോഴും ദേവന്മാർ, ദേവതകൾ, നായകന്മാർ, രാക്ഷസന്മാർ എന്നിവരാണ്. മാത്രമല്ല, വിപുലമായ വസ്ത്രധാരണത്തിലൂടെയും മേക്കപ്പിലൂടെയും മുഖഭാവങ്ങളിലൂടെയും അവരെ ചിത്രീകരിക്കുന്നു. കഥകളിയുടെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതകളിലൊന്ന് അതിന്റെ വിപുലമായ മേക്കപ്പും വസ്ത്രധാരണവുമാണ്. കഥകളി കലാകാരന്മാർ അല്ലെങ്കിൽ കഥകളി കലാകാരന്മാർ എന്നറിയപ്പെടുന്ന അഭിനേതാക്കൾ വർണ്ണാഭവും സങ്കീർണവുമായി രൂപകൽപ്പന ചെയ്ത വസ്ത്രങ്ങൾ ധരിക്കുന്നു. ചുട്ടി എന്ന് വിളിക്കുന്ന മേക്കപ്പിൽ വിവിധ കഥാപാത്രങ്ങളെ ചിത്രീകരിക്കാൻ സഹായിക്കുന്ന വിപുലമായ മുഖ പാറ്റേണുകൾ സൃഷ്ടിക്കുന്നതിന് പ്രകൃതിദത്ത പിഗ്മെന്റുകളും അരിപേസ്റ്റും പ്രയോഗിക്കുന്നത് ഉൾപ്പെടുന്നു. മുദ്രകൾ എന്നറിയപ്പെടുന്ന അതിശയോക്തി കലർന്ന മുഖഭാവങ്ങൾ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിലും കഥാഗതി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിലും നിർണായകമാണ്. ചെണ്ട, മദ്ദളം, ഇരട്ട തലയുള്ള ചെണ്ട, എലത്തലം ചെണ്ടകൾ, ചെങ്കിള, ഗോന്ത് തുടങ്ങിയ കാറ്റുവാദ്യോപകരണങ്ങൾ ഉൾപ്പെടുന്ന പരമ്പരാഗത കേരള സംഗീതവും കഥകളി പ്രകടനങ്ങൾക്കൊപ്പം വരുന്നു. സംഗീതം പ്രകടനത്തിന്റെ താളവും മാനസികാവസ്ഥയും ക്രമീകരിക്കുകയും മൊത്തത്തിലുള്ള നാടക അനുഭവം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കഥകളി വിനോദത്തിന്റെ ഒരു രൂപം മാത്രമല്ല, കേരളത്തിന്റെ ചരിത്രത്തിലും പാരമ്പര്യത്തിലും ആഴത്തിൽ വേരൂന്നിയ ആത്മീയവും സാംസ്കാരികവുമായ ആവിഷ്കാരം കൂടിയാണ്. ഈ കലാരൂപത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന സങ്കീർണമായ സാങ്കേതികതകളും ആവിഷ്കാരങ്ങളും പ്രാവീണ്യം നേടുന്നതിന് കലാകാരന്മാർക്ക് വർഷങ്ങളുടെ കഠിനമായ പരിശീലനം ആവശ്യമാണ്. ഇന്ന് കഥകളി ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ക്ലാസിക്കൽ നൃത്ത നാടകരൂപങ്ങളിലൊന്നായി വളരുകയും നൃത്തം, സംഗീതം, നാടകം എന്നിവയുടെ അതുല്യമായ മിശ്രിതത്തിന് ലോകമെമ്പാടും അംഗീകാരം നേടുകയും ചെയ്തു.